തിരുവനന്തപുരം കിഴക്കനേല ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. ഭക്ഷണം കഴിച്ച 30 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായി. 3 കുട്ടികളെ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടികൾക്ക് ഗുരുതര പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധ ഉണ്ടായി. ഏകദേശം 10-20ഓളം കുട്ടികളാണ് പെട്ടെന്ന് ലൂസ് മോഷനും ഛർദിലും ഉണ്ടായത്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് 200-250ഓളം പേര് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടി പാരിപ്പള്ളിയിൽ അഡ്മിറ്റാണ്. അല്ലാതെ പറയത്തക്ക മറ്റൊന്നും ഇല്ല. ഹെൽത്തുകാർ വന്ന് പരിശോധിച്ചിട്ടും അവർക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ആ ചിക്കൻ കടയിലോട്ട് മെഡിക്കൽ ടീം പോയിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, എന്താണ് കുട്ടികൾക്ക് പറ്റിയത്? ധന്യ, തിരുവനന്തപുരം നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കിഴക്കനേല ഗവൺമെന്റ് LP സ്കൂളിലാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഫ്രൈഡ് റൈസും ചിക്കനും കഴിച്ച സ്കൂളിൽ നിന്നും ഫ്രൈഡ് റൈസും ചിക്കനും കഴിച്ച 30 കുട്ടികൾക്കാണ് വയറിളക്കവും ഛർദിയും ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 3 കുട്ടികൾ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടികൾക്ക് ഗുരുതര പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചത്. ഈ ഭക്ഷ്യസുരക്ഷ ഏത് കടകളിൽ നിന്നാണ് ഈ ചിക്കൻ മറ്റ് സാധനങ്ങൾ വാങ്ങിയതെന്ന് ഭക്ഷ്യസുരക്ഷാ പരിശോധന നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഇവിടെ നിന്ന് 250ഓളം പേർ ഭക്ഷണം കഴിച്ചതായും എന്നാൽ 30 കുട്ടികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നും സ്കൂളിന്റെ അടുക്കള വൃത്തിയുള്ളതാണെന്നൊക്കെ സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. ഇനി ഈ ചിക്കൻ വാങ്ങിയ കടകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും മറ്റ് വിവരങ്ങൾ ലഭിക്കുക.